CJP സമരം അവസാനിച്ചുവെങ്കിലും അതിക്രമം നേരിട്ട വിദ്യാർത്ഥികൾക്കായി പോരാടാൻ കോൺഗ്രസ്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകൾ കടുപ്പിക്കും. പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം അമിത്ഷാ ഏറ്റെടുക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കിയെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരുമിച്ച് നിന്ന് നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ കൂട്ടായ പോരാട്ടം മോദി സർക്കാരിനെതിരെ തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുവെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങളിൽ ശക്തമായ നടപടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് തോക്കുകളുടെ ഉപയോഗം, യൂണിഫോം ധരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ലാത്തിചാർജ് എന്നിവയിൽ ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏറ്റെടുക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നൽകിയ ആത്മവിശ്വാസത്തിലാകും പ്രതിപക്ഷം നാളെ പാർലമെന്റിലെത്തുക. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടും. നാളെ മുതൽ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ സഖ്യം കൂടിയാലോചനകൾ നടത്തും. നാളെ രാവിലെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗം ചേരുമെന്ന് KC വേണുഗോപാൽ അറിയിച്ചു. നാളെ മുതൽ അങ്ങോട്ടുള്ള പാർലമെന്റ് സ്ട്രാറ്റജി എങ്ങനെ തീരുമാനിക്കണം എന്ന് ആലോചിക്കാൻ നാളെ രാവിലെ 9:45 ഖാർഗെജിയുടെ മുറിയിൽ യോഗം വിളിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്ത്. അവിടെ വെച്ച് ഞങ്ങൾ എല്ലാ പ്രതിപക്ഷക്കാരുമായിട്ട് ആലോചിച്ച് ഒരു യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമെടുക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ലിൽ നാളെ ചർച്ചയ്ക്ക് പ്രതിപക്ഷം വഴങ്ങിയേക്കും. റിപ്പോർട്ടർ, ദില്ലി.